കേരളത്തിന്റെ മെയിൻ സ്ട്രീമിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതുമായ മാധ്യമ കണ്ടന്റുകളുടെ നിലവാര തകർച്ചയെക്കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നാടിനുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നോക്കൂ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സ്രോതസ്സായ മുഖ്യധാരാ വാർത്താ ചാനലുകൾ എത്ര പെട്ടെന്നാണ് ഒരു ട്രാൻസിഷനിലൂടെ കടന്നുപോയത്. പരമ്പരാഗതമായി സാധാരണ രീതിയിൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന വാർത്തകൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വാർത്താ ചാനലുകൾ ഈ പറയുന്ന റിപ്പോർട്ടറിന്റെയും 24ന്റെയും ഒക്കെ കടന്നുവരവോട് കൂടിയിട്ട് എങ്ങനെയാണ് മാറിയിട്ടുള്ളത്. വാർത്തക്ക് പകരം കുറെ അട്ടഹാസവും ചിരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചാര അടിക്കുന്നതും രാത്രി വാർത്താ വിശകലനത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം രാഷ്ട്രീയം വെച്ച് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ചാപ്പ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതും ഒക്കെ എത്ര പെട്ടെന്നാണ് നോർമലൈസ്ഡ് ആയിട്ടുള്ളത്. ജനങ്ങൾക്ക് വളരെ നാച്ചുറലായി വാർത്തകളും വിവരങ്ങളും എത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും പോലും ഈ രീതി പിന്തുടരേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട് നമ്മൾ മലയാളികൾ ഈ ചാനലുകൾക്ക്, അതായത് ഈ പറയുന്ന ഗിമ്മിക്കി ആക്ടിവിറ്റികൾക്ക് കൂടുതൽ കാഴ്ചയിൽ ഇടം കൊടുത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകളെല്ലാം മെല്ലെ മാഞ്ഞു പോയി തുടങ്ങി. ഇത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അത്യാവശ്യം ക്വാളിറ്റിയിൽ ജനങ്ങളിലേക്ക് കണ്ടന്റുകൾ എത്തിച്ചുകൊണ്ടിരുന്ന പല ക്രിയേറ്റർമാർക്കും ഇന്ന് വല്ല വ്യൂവേഴ്സ് ഒന്നുമില്ല. അത് അവർ തന്നെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനു പകരം നമ്മുടെ എല്ലാം ഇൻസ്റ്റഗ്രാം സ്പേസിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? പക്ക ബ്രെയിൻ റോട്ട് കണ്ടന്റുകളാണ്. ഒരു ഉപകാരവുമില്ലാത്ത, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഒരു വിവരവും കൈമാറാത്ത ഒരുപാടധികം കണ്ടന്റുകൾ. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് കാണുന്ന ഒരു ജനറേഷന്റെ ആകെ മൊത്തത്തിലുള്ള വീക്ഷണം തന്നെ മാറുകയാണ് എന്നുള്ളതാണ്. ഇവരുടെ ഒരു വീക്ഷണത്തിൽ എന്റർടൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കണ്ടന്റുകളാണ്, ഈ ബ്രെയിൻ റോട്ട് കണ്ടന്റുകളാണ്. ഇവരുടെ വീക്ഷണത്തിൽ വാർത്ത എന്ന് വെച്ചാൽ ഈ സർഫസ് ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന കാര്യങ്ങളാണ്. ഇതിനനുസരിച്ചാണ് ഇവരുടെ തോട്ട് പ്രോസസ്സും ഇവരുടെ ലോക വീക്ഷണവും എല്ലാം രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലേ, വായിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇവയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം.